ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് റിവ്യൂ ടൈം. അങ്ങനെ നമ്മുടെ ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ വർഷയും ശ്രീകാന്തും കല്യാണമൊക്കെ കഴിഞ്ഞ് താലി ചാർത്തി അങ്ങനെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ സംസാരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ രേവതി ആണെങ്കിൽ ശ്രീകാന്തിനെ കാണാനില്ലല്ലോ, ശ്രീകാന്തിനെ കാണാൻ വേണ്ടിയിട്ട് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക്, ശ്രീകാന്തിനെ തിരഞ്ഞിട്ട് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. അപ്പോഴാണ് രേവതി ആ കാഴ്ച കണ്ട് സത്യം പറഞ്ഞാൽ ഞെട്ടി നിൽക്കുകയാണ് രേവതി. കാരണം കല്യാണവേഷത്തിൽ നിൽക്കുന്ന ശ്രീകാന്തിനെയും വർഷയാണ് രേവതി കാണുന്നത്. ഇത് കാണുന്ന രേവതി ആകെ ഭയന്നും ഒരുമാതിരി ഭയങ്കര അമ്പരപ്പിലേക്കാണ് രേവതി നിൽക്കുന്നത്. അപ്പോൾ രേവതി പെട്ടെന്ന് ശ്രീകാന്തിനെ ഒച്ചത്തിൽ വിളിക്കുകയാണ്. ശ്രീകാന്ത് എന്ന് പറഞ്ഞ് ശ്രീകാന്തിനെ വിളിക്കുകയാണ്. രേവതിയുടെ ഈ ശബ്ദം ശ്രീകാന്തും വർഷയും ദേവും എല്ലാവരും കേൾക്കുകയാണ്. എല്ലാവരും അമ്പരപ്പോട് കൂടി രേവതിയെ നോക്കുകയാണ്. അപ്പോൾ ഇത് കേട്ട ദേവു പെട്ടെന്ന് തന്നെ മറിഞ്ഞു നിൽക്കുകയാണ്. കാരണം ചേച്ചി ഇത് അറിഞ്ഞല്ലോ, ചേച്ചി ഇത് കണ്ടല്ലോ, ചേച്ചിനെ അവളെ വഴക്ക് പറയുമെന്നുള്ള പേടിയിലായിരിക്കാം ചിലപ്പോൾ ദേവ് മറിഞ്ഞു നിൽക്കുന്നത്. എന്നിട്ട് ശ്രീകാന്തെ എന്ന് വിളിച്ച് ശ്രീകാന്തിൻ്റെ അടുത്തോട്ട് പോവുകയാണ് രേവതി. അപ്പോൾ ശ്രീകാന്തിനോട് പറയുകയാണ്, ശ്രീകാന്തേ എന്താ ഇത്, എന്താണ് ഇവിടെ നടക്കുന്നത്, എന്താ നീ കാണിച്ചു വെച്ചിരിക്കുന്നത് ചോദിച്ചിട്ട് ശ്രീകാന്തിൻ്റെ കയ്യിൽ പിടിക്കുകയാണ് രേവതി. എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. വിവാഹം കുറച്ച് കഴിഞ്ഞു മതി, ചേച്ചി വർഷയുടെ അടുത്ത് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടല്ലേ നീ എന്നെ അമ്പലത്തിലോട്ട് കൊണ്ടുവന്നത്, എന്നിട്ട് നിങ്ങൾ ഇതിനാണോ വന്നതെന്ന് പറഞ്ഞിട്ട് രേവതി ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ശ്രീകാന്തിൻ്റെ അടുത്ത്. എന്നെ പുറത്ത് നിർത്തി നിങ്ങൾ വിവാഹം കഴിച്ചാലേ എന്ന് ചോദിക്കുകയാണ് രേവതി. അപ്പോൾ ശ്രീകാന്ത് തിരിച്ച് പറയേണ്ട ഇടത്തിൽ ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ. നീ എന്ത് പറയാനാണ് ശ്രീകാന്ത്, കള്ളം പറഞ്ഞ് നീ എന്നെ പറ്റിക്കല്ലേ, നീ നല്ലവനാണെന്നാണ് ഞാൻ കരുതിയത്, നിന്നിൽ നിന്ന് ഒരിക്കലും ഞാനിത് പ്രതീക്ഷിച്ചിട്ടില്ലെന്നാണ് രേവതി പറയുന്നത്. വീട്ടുകാരറിയാതെ അവരുടെ സമ്മതമില്ലാതെ നീ ഇവളുടെ കഴുത്തിൽ താലി കെട്ടിയല്ലേന്ന് ചോദിക്കുകയാണ് രേവതി ശ്രീകാന്തിൻ്റെ അടുത്ത്. ശ്രീകാന്ത് ആകെ ഭയന്ന് ഒരുപാട് സങ്കടപ്പെട്ടാണ് നിൽക്കുന്നത്. നിന്നെ വിശ്വസിച്ച് എല്ലാവരെയും നീ ചതിച്ചു, മാത്രമല്ല എന്നെ കൂടി നീ വിഡ്ഢിയാക്കി. അപ്പോൾ വർഷ പറയാണ്, ചേച്ചിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എനിക്ക് മനസ്സിലാവും, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്, പക്ഷേ ഞങ്ങൾക്ക് വേറെ വഴിയില്ല ചേച്ചി, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത്. അപ്പോൾ ദേഷ്യത്തോടു കൂടി രേവതി പറയാണ്, വേറെ എത്ര വഴികളുണ്ട് വർഷ, ഇതൊക്കെ എടുത്തുചാട്ടമാണെന്ന്. നിങ്ങൾ നിങ്ങളെ പാരൻസിനെ പറ്റി ആലോചിച്ചെന്നാണ് രേവതി തിരിച്ചു ചോദിക്കുന്നത്. ശ്രീകാന്തെ, നീ നിന്നെ സ്നേഹിക്കുന്ന വീട്ടുകാരെ കുറിച്ച് ആലോചിച്ചോ എന്നാണ് രേവതി ചോദിക്കുന്നത്. പഠിപ്പ് മാർഗം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ വലിയ മണ്ടത്തരാണ് കാണിച്ചത്. നിങ്ങൾ സ്നേഹിക്കുന്ന എല്ലാവരെയും മറന്നിട്ട് ഇവിടെ വന്ന് നിങ്ങൾ വിവാഹം കഴിച്ചത് വലിയ തെറ്റാണ്. അവരൊക്കെ ഇതറിഞ്ഞാൽ ഇതെങ്ങനെ സഹിക്കും, എടാ നിനക്കിത് എങ്ങനെ ചെയ്യാൻ തോന്നിയെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ദേവു അങ്ങോട്ട് വരികയാണ്. ചേച്ചി പറയുന്നതൊന്ന് കേൾക്കുമെന്ന് പറഞ്ഞ് ദേവു രേവതിയുടെ അടുത്തേക്ക് വരികയാണ്. എടി നീ ഇതിന് കൂട്ടി നിന്നല്ലോ എന്ന് ഒരുപാട് സങ്കടത്തോടു കൂടി രേവതി ദേവുവിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. എന്താ നീ കാണിച്ചത്, എന്തിനാണ് നീ ഈ ഒളിച്ചു കളിക്ക് കൂട്ടി നിന്നെന്ന് ചോദിക്കുകയാണ്. പറയാൻ പറഞ്ഞിട്ട് അവളെ ഒരുപാട് തല്ലാണ്, അവളെ കൈ പിടിച്ച് വലിക്കുന്നു, അവളെ മുടി പിടിച്ച് വലിക്കുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ് രേവതി. അത് ചെയ്യരുത്, എടുത്ത് വേണ്ടെന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് രേവതിയുടെ കയ്യിൽ പിടിക്കുകയാണ്. രേവതി വളരെ ദേഷ്യത്തോട് കൂടി ശ്രീകാന്തിനോട് അവളെ പിടിച്ച് കൈ മാറ്റാൻ പറയുകയാണ്. എല്ലാവരും നിന്നെ വിശ്വസിച്ചു, സ്നേഹിച്ചു, അവർക്കൊക്കെ നീ എന്താണ് തിരിച്ച് നൽകിയതെന്ന് ചോദിക്കുകയാണ് തിരിച്ച്. കൊള്ളാം ശ്രീകാന്ത്, എല്ലാം നീ കളഞ്ഞു കുളിച്ചു, ഇതറിഞ്ഞ അച്ഛൻ നിന്നെ എങ്ങനെ ഇനി സ്നേഹിക്കും. ശ്രീകാന്ത് നല്ലവനാണ്, സ്നേഹമുള്ളവനാണ്, നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു തീരുമാനം അവൻ എടുക്കില്ലെന്നാണ് അച്ഛൻ പറഞ്ഞത്. പക്ഷെ നീ അച്ഛൻ്റെ വിശ്വാസം എല്ലാം തകർന്നുടച്ചു. നിങ്ങൾ രണ്ടും ഫ്രണ്ട്സ് ആണെന്ന് മാത്രമാണ് നീ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞത്. രണ്ടുപേരും പ്രണയത്തിലാണെന്ന് ഇവളുടെ അച്ഛൻ വന്ന് പറഞ്ഞപ്പോൾ പോലും അച്ഛൻ അത് വിശ്വസിച്ചില്ല. കാരണം എന്താണെന്നറിയോ, നിന്നെ അത്രയ്ക്കും വിശ്വാസമായിരുന്നു ആ പാവത്തിന്. ഫ്രണ്ട്ഷിപ്പ് മാത്രമേ കാണൂ, അത് ഒഴിവാക്കുക എന്നാണ് എന്നോട് നിൻ്റെ അടുത്ത് പറയാൻ പറഞ്ഞത്. ഏട്ടനും വിശ്വസിച്ചു നിന്നെ, അവൻ നമ്മുടെ വഴിക്ക് വരുന്നുണ്ട് രേവതി എന്നാണ് എന്നോട് പറഞ്ഞത്. എല്ലാവർക്കും നിന്നെ അത്രയ്ക്കും വിശ്വാസമായിരുന്നു ശ്രീകാന്ത്, പക്ഷെ നീ എല്ലാം നശിപ്പിച്ചു. ഇങ്ങനെ ഒരുത്തനായിരുന്നു നീ എന്ന് ചോദിക്കുകയാണ്. കുടുംബത്തെ പറ്റി ആലോചിച്ചോ നീ എന്ന് ചോദിക്കുകയാണ് തിരിച്ച്. വിവാഹ മണ്ഡപത്തിൽ നിന്ന് ഓടിപ്പോയ നിൻ്റെ ഏട്ടനുണ്ടാക്കിയ പേര് ഇന്നേ വരെ മാറിയിട്ടില്ല. അപ്പോഴാണ് നീ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തത്. അപ്പോൾ ദേവ് പറയുകയാണ്, ചേച്ചി അവർ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. പറയുന്നത് ദേഷ്യത്തോടു കൂടി ദേവിൻ്റെ അടുത്ത് പറയുകയാണ്, നീ മിണ്ടി പോകരുത്, ഇതിനു വേണ്ടിയായിരുന്നു നീ അമ്മയെ ദൂരത്തേക്കുള്ള ക്ഷേത്രത്തിൽ പറഞ്ഞയച്ചതെന്ന്. എവിടുന്ന് കിട്ടി നിനക്ക് കുരുട്ട് ബുദ്ധി എന്ന് ചോദിക്കുകയാണ്. എല്ലാം അറിഞ്ഞിട്ട് നീ എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ, എന്നെ ഒന്ന് അറിയിക്കുകയും ചെയ്തോന്ന് ദേഷ്യത്തോട് സങ്കടത്തോടും കൂടി ചോദിക്കുകയാണ്. എല്ലാവരും ചേർന്ന് തന്നെ രേവതിയാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് രേവതി ഇങ്ങനെ നിന്ന് കരയാണ്. അപ്പോൾ ശ്രീകാന്ത് പറയാൻ, അടുത്ത് എനിക്ക് വേറെ വഴിയില്ല, വർഷയുടെ വിവാഹം ഉറപ്പിച്ചിരുന്നു, അപ്പോൾ ഇതല്ലാതെ വേറെ വഴിയില്ല. ഇത് കേട്ട പാടെ രേവതി തൻ്റെ കൈ പൊക്കി പിടിച്ചുകൊണ്ട്, മതി ശ്രീകാന്ത് നിർത്ത്, ഒരു ന്യായീകരണവും ഇനി നിർത്തേണ്ട എന്നാണ് പറഞ്ഞത്. വീട്ടുകാരറിയാതെ ഇവിടെ വന്ന് വിവാഹം നടത്തിയത് വലിയ തെറ്റ് തന്നെയാണെന്നാണ് രേവതി പറയുന്നത്. ഇത് വലിയ ഭീരുത്വമാണെന്ന് വിചാരിക്കേണ്ട, ഇത് വലിയ മണ്ടത്തരാണെന്നാണ് പറയുന്നത്. ഈ ഒളിച്ചോടി വരാൻ കാണിച്ച ധൈര്യം നിങ്ങളെ വീട്ടിൽ പറയാൻ എടുത്തിരുന്നെങ്കിൽ ഇന്ന് ഈ കാര്യം ഇവിടെ എത്തുമായിരുന്നു എന്നാണ് രേവതി ചോദിക്കുന്നത്. അതിന് ശ്രീകാന്തിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ശ്രീകാന്ത് നിനക്ക് അച്ഛനോടെങ്കിലും പറയായിരുന്നല്ലോ വീട്ടിൽ, അദ്ദേഹം സമ്മതിക്കുന്നില്ലെങ്കിൽ അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കി അദ്ദേഹം സമ്മതിക്കുന്നവരെ നിങ്ങളൊന്ന് കാത്തു നിൽക്കണമായിരുന്നു. ഇത്ര വേഗത്തിൽ കല്യാണത്തിലേക്കുള്ള തീരുമാനത്തിലേക്ക് എത്താൻ നിങ്ങൾക്ക് വയസ്സ് കഴിഞ്ഞോ, നിങ്ങൾക്ക് 40 വയസ്സ് കഴിഞ്ഞോ? ശ്രീകാന്ത് പ്രണയിക്കുന്നത് ഒരിക്കലും തെറ്റല്ല, പക്ഷേ പ്രണയം തലക്കി പിടിച്ച് തന്നെ വളർത്തി വലുതാക്കിയ ആൾക്കാരെ മറക്കുന്നത്, അവരുപേക്ഷിക്കുന്നത്, അവർ മറന്ന ഓരോ പ്രവർത്തികൾ ചെയ്യുന്നത് തെറ്റ് തന്നെയാണ്. നിങ്ങൾക്ക് സ്വപ്നം ഉണ്ടാവും, അതുപോലെ തന്നെ നിങ്ങളെ വളർത്തി വലുതാക്കിയവർക്കും സ്വപ്നമുണ്ടാവും.
കാത്തിരുന്നാലും കാര്യം ഉണ്ടാവും തോന്നുന്നില്ല എടുത്തി. അതുകൊണ്ടാണ് ഞങ്ങൾ തീരുമാനം എടുത്തത്. എടുത്തിക്ക് അറിയില്ല, സച്ചേട്ടൻ്റെ അടുത്തത് പറഞ്ഞപ്പോൾ തന്നെ. അപ്പോൾ സച്ചേട്ടൻ പോലും ഇതിന് എതിർപ്പാണ്. എത്ര കാത്തിരുന്നാലും അവർ സമ്മതിക്കില്ല. എടുത്തത് മനസ്സിലാക്കിയതല്ലേ. രേവതി തിരിച്ച് പറയാണ്, നിർത്ത് ശ്രീകാന്ത്. ആ നല്ല മനുഷ്യനെ പറ്റി നീ ഇനി ഒന്നും പറയരുത്. അദ്ദേഹം എൻ്റെ കഴുത്തിൽ എന്തിനാ താലി കെട്ടിയതെന്ന് നിനക്കറിയാലോ. അച്ഛനെ നമ്മുടെ കുടുംബത്തിൻ്റെയും മാനം രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് സച്ചേട്ടൻ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയത്. ഇഷ്ടമില്ലാതിരുന്നിട്ട് കൂടി അദ്ദേഹം എൻ്റെ കഴുത്തിൽ താലി ചാർത്തി. ഇപ്പം ഞങ്ങൾ നന്നായി ജീവിക്കുന്നില്ലേ. അച്ഛനോടും കുടുംബത്തോടും സ്നേഹമുള്ള മകനാണ് അദ്ദേഹം. അതുകൊണ്ടാണ് സച്ചേട്ടൻ അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. പക്ഷെ നീ അങ്ങനെയല്ലെന്ന് എനിക്ക് മനസ്സിലായി. നിനക്ക് സ്നേഹം ഇവളോട് മാത്രമാണ്. കുടുംബത്തിന് നാണപ്പേരുണ്ടാക്കി നീ. ഇത് നമ്മുടെ കുടുംബത്തിന് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. അച്ഛനത് എങ്ങനെ സഹിക്കുമെന്ന് ചോദിക്കുകയാണ് രേവതി. നീ പറഞ്ഞത് വിശ്വസിച്ച ഞാനാണ് വണ്ടി. ശരിക്കും നീ എന്നെ ചതിച്ചു എന്ന് പറഞ്ഞ് രേവതി ഇങ്ങനെ കരയാണ്. ആലോചിക്കുമ്പോൾ തന്നെ കയ്യും കാലും വിറയ്ക്കുകയാണ്. എന്നാലും വേണ്ടില്ല, രേവതി വളരെ ദേഷ്യത്തോടു കൂടി പറയുകയാണ്, ഞാൻ നടന്നതൊക്കെ സച്ചേട്ടൻ്റെ അടുത്ത് പറയാൻ പോവാണ്. അദ്ദേഹം വരട്ടെ, അദ്ദേഹം തീരുമാനിക്കട്ടെ, ഇനി അദ്ദേഹം തീരുമാനിച്ചോട്ടെ എല്ലാ കാര്യങ്ങളെന്ന് പറഞ്ഞ് രേവതി അവിടെ നിന്ന് തിരിച്ചു നടക്കുകയാണ്. അങ്ങനെ ശ്രീകാന്തും വർഷം എല്ലാവരും എടുത്തിന്ന് വിളിച്ച് രേവതിയുടെ കൂടെ പോവുകയാണ്. അങ്ങനെ രേവതിയെ ദേവും ശ്രീകാന്ത് എല്ലാവരും കൂടി പിടിച്ചു വെക്കുകയാണ്. അപ്പോൾ ദേവ് പിടിച്ചപ്പോൾ ദേഷ്യത്തോടു കൂടി രേവതി പറയാണ്, കൈയെടുക്ക്, നീ മിണ്ടി പോകരുത്. ശ്രീകാന്ത് പറയുകയാണ്, ചേച്ചി സച്ചേട്ടൻ്റെ അടുത്ത് പറയരുത്, കൂടുതൽ വിശദീകരിക്കേണ്ട നീ, എനിക്കൊന്നും കേൾക്കും വേണ്ട. നിന്നെ വിശ്വസിച്ച് എന്നെ നീ കബളിപ്പിച്ചില്ലേ. നിന്റെ അമ്മ കാണുന്നത് പോലെ തന്നെയാണല്ലോ ശ്രീകാന്ത് നീ എന്നെ കണ്ടത്. നിന്റെ അമ്മയ്ക്ക് ഞാൻ മരുമകളല്ല, അതുപോലെ തന്നെ നിനക്ക് ഞാൻ ഏട്ടത്തിയല്ല. അതുകൊണ്ടാണ് നീ എന്നോട് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തത്. അങ്ങനെ ഒരു സ്ഥാനം നീ എനിക്ക് തന്നിരുന്നെങ്കിൽ നീ ഒരിക്കലും എന്നോട് ഈ പ്രവൃത്തി ചെയ്യില്ലായിരുന്നു. നീ പറയുന്ന എന്ത് വിശ്വസിക്കുന്ന മണ്ടിയാണെന്ന് കരുതിയോ ഞാൻ. അതുകൊണ്ടല്ലേ നീ എന്നെ കൂട്ടിക്കൊണ്ടുവന്ന് ക്ഷേത്രത്തിന് പുറത്ത് കാവൽ നിർത്തിയത്. അപ്പോൾ ശ്രീകാന്ത് പറയാണ്, എടുത്തി അങ്ങനെയൊന്നും പറയല്ലേ. ഏട്ടത്തി അമ്മയ്ക്ക് മുകളിലാണ് ഏട്ടത്തിയുടെ സ്ഥാനം. എൻ്റെ അച്ഛനും അമ്മയും പോലെ തന്നെയാണ് ഞാൻ ഏട്ടത്തിയെ കാണുന്നത്. അതേ സ്ഥാനത്ത് തന്നെയാണ് ഏട്ടത്തി. എൻ്റെ കല്യാണത്തിന് എൻ്റെ അച്ഛനോ അമ്മയോ ഏട്ടന്മാരും ഇല്ല. അതുകൊണ്ട് ഏട്ടത്തിയെങ്കിലും വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. അതാണ് ഞാൻ കള്ളം പറഞ്ഞ് കൂട്ടിക്കൊണ്ട് വന്നതെന്ന് സങ്കടത്തോടു കൂടി പറയുകയാണ് ശ്രീകാന്ത്. ഏട്ടത്തിയുടെ അനുഗ്രഹം ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് വർഷയോട് കാലിൽ വീഴാൻ പറയുകയാണ് ശ്രീകാന്ത്. അങ്ങനെ രണ്ടുപേരും തല കുനിഞ്ഞ് നിൽക്കുകയാണ് അനുഗ്രഹത്തിന് വേണ്ടിയിട്ട്. പക്ഷേ രേവതി അത് മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോവാണ്. ചേച്ചി എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് വർഷ രേവതിയെ പിടിക്കുകയാണ്. അപ്പോൾ രേവതി തിരിച്ച് ചോദിക്കുകയാണ്, കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിയാൽ ചെയ്ത തെറ്റല്ലാതാവുമെന്ന്. കള്ളം പറഞ്ഞ് കൂട്ടിക്കൊണ്ട് വന്നിട്ടെന്ന് പറയുകയാണ് രേവതി. അപ്പോൾ വർഷ പറയാണ്, കള്ളം പറഞ്ഞത് ചേച്ചി, എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ചേച്ചി വേണമെന്ന്. ഞാനാണ് ശ്രീകാന്തിൻ്റെ അടുത്ത് പറഞ്ഞത്, ചേച്ചിയെ ഉറപ്പായിട്ടും വിളിക്കണം, ചേച്ചിയെ കൂട്ടിക്കൊണ്ട് വരണം എന്ന് ഞാനാണ് പറഞ്ഞത്. ചേച്ചിയോട് ഞങ്ങൾക്ക് അത്രയും ഇഷ്ടവും ബഹുമാനമാണ്. തിരിച്ച് രേവതി ഒരുപാട് ദേഷ്യത്തോട് കൂടി ചോദിക്കുകയാണ്, 2 മാസമായ വർഷം നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടിട്ട്, എന്നിട്ട് ഈ 2 മാസമായ എൻ്റെ അനുഗ്രഹമാണോ നിങ്ങൾക്ക് വേണ്ടത്? ഇത്രയും വർഷം നിന്നെ പോറ്റി വളർത്തിയ ആ പാരൻസിൻ്റെ അനുഗ്രഹമല്ല, 2 മാസം കണ്ട 2 മാസം കൊണ്ട് പരിചയപ്പെട്ട എൻ്റെ അനുഗ്രഹമാണോ നിനക്ക് വേണ്ടതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വർഷ പറയാണ്, അത് ചേച്ചി 2 മാസം പോലും ആയിട്ടില്ല, പക്ഷേ ചേച്ചിയെ മനസ്സിലാക്കാൻ ഈ കാലയളവ് പോലും ആവശ്യമില്ല. നല്ല മനസ്സാണ് ചേച്ചിയുടേത്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ചേച്ചിയെ. ശ്രീകാന്തിനും അതുപോലെ തന്നെയാണല്ലോ. ചേച്ചിയുടെ സന്തോഷം സങ്കടവും എല്ലാം ശ്രീകാന്ത് എൻ്റെ അടുത്ത് പറയാറുണ്ട്. ചേച്ചിയുടെ കരുതലിനെ കുറിച്ചും പറയാറുണ്ട്. ശ്രീകാന്ത് കാണുന്ന പോലെ തന്നെയാണ് ഞാൻ ചേച്ചിയെ കാണുന്നത്. അതുകൊണ്ട് ചേച്ചി വേണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമായിരുന്നു. അതുകൊണ്ടാണ് ചേച്ചി ഇങ്ങോട്ട് വിളിച്ചത്. ഇത് കേട്ട ശ്രീകാന്ത് പറയാണ്, ചേച്ചി കല്യാണം കഴിച്ച രീതി തെറ്റായിരിക്കാം, പക്ഷേ എന്നെ സ്നേഹിച്ച പെണ്ണിനെ എനിക്ക് കൈവിടാൻ കഴിയില്ല. അത്രയ്ക്ക് ഇഷ്ടമാണ് വർഷയ്ക്ക് എന്നെ. എനിക്ക് തിരിച്ച് വർഷയെന്ന് പറഞ്ഞിട്ട് വർഷയെ ചേർത്ത് പിടിക്കാൻ ശ്രീകാന്ത്. സച്ചിയേട്ടനെ ചേച്ചി എത്ര സ്നേഹിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായത് അന്ന് പോലീസ് സ്റ്റേഷനിൽ ചേച്ചി കരഞ്ഞു പറഞ്ഞപ്പോഴാണ്. അതേ സ്നേഹം തന്നെയാണ് എനിക്ക് ശ്രീകാന്തിൻ്റെ അടുത്തും. ഒന്നിച്ച് ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് ചേച്ചി ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തത്. ചേച്ചി ഞങ്ങൾ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞിട്ട് വർഷയും ശ്രീകാന്തും വീണ്ടും രേവതിയുടെ കാലിൽ വീഴാണ്. എന്ത് ചെയ്യണം എന്നറിയാതെ അമ്പരപ്പിൽ നിൽക്കുകയാണ് രേവതി. അനുഗ്രഹിക്കണോ വേണ്ടയോ, എന്ത് ചെയ്യണം എന്ന് ആലോചിക്കുകയാണ് രേവതി. അപ്പോഴാണ് അങ്ങോട്ട് പൂജാരി കടന്നു വരുന്നത്. അപ്പോൾ പൂജാരി ചോദിക്കുകയാണ്, എന്താണ് രേവതി പ്രശ്നമെന്ന്. അപ്പോൾ രേവതി പറയാണ്, തിരുമേനി, ഇവൻ എൻ്റെ ഭർത്താവിൻ്റെ അനിയനാണ്. വീട്ടുകാർ അറിയാതെയാണ് അവർ കല്യാണം കഴിച്ചത്. താലികെട്ട് നടക്കുന്നതിന് മുമ്പ് തിരുമേനിക്ക് എന്നെ ഒന്ന് അറിയിക്കാറുന്നില്ലേ ചോദിക്കുകയാണ്. അപ്പോൾ തിരുമേനി പറയാണ്, ഞാൻ അറിഞ്ഞിട്ടില്ല രേവതി, ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. ഇദ്ദേഹമാണ് ചടങ്ങൊക്കെ നടത്തിയെന്ന് പറഞ്ഞിട്ട് മറ്റേ പൂജാരിയെ കാണിക്കുകയാണ്. ദേവ് പറഞ്ഞിട്ടാണ് ചടങ്ങ് നടത്തിയത്. സുഹൃത്തിൻ്റെ വിവാഹം എന്നാണ് പറഞ്ഞത്. ഒളിച്ചോടി വന്ന് കിട്ടുന്നതാണെന്ന് എൻ്റെ അടുത്ത് ദേവ് പറഞ്ഞിട്ടില്ലെന്ന് പറയാണ്. അപ്പോൾ വീണ്ടും ദേഷ്യത്തോടു കൂടി രേവതി ദേവിനെ നോക്കുകയാണ്. ദേവ് നമുക്കറിയാവുന്ന കുട്ടിയല്ല, അതുകൊണ്ടാണ് ചടങ്ങുകൾ നടത്തി കൊടുത്തത്. എന്നിട്ട് അവരോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് വീട്ടിൽ പറയാതെ കല്യാണം കഴിച്ചത്? നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടുകാരുടെ അനുഗ്രഹം വേണ്ടേന്ന്. അപ്പോൾ തിരുമേനി പറയണം, എന്തായാലും കുഴപ്പമില്ല, വിവാഹം ഇങ്ങനെ നടക്കണം എന്നായിരിക്കും നിങ്ങളുടെ വിധി. എന്തായാലും ഇങ്ങനെ നടന്നു, 2 പേർക്കും സന്തോഷമുള്ള ജീവിതം ഉണ്ടാവട്ടെ, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയാണ് നമ്മുടെ തിരുമേനി. 2 പേരോട് ആ രജിസ്റ്ററിൽ ഒപ്പിടാൻ പറയാണ്. കാരണം ക്ഷേത്രത്തിൽ വെച്ചാണല്ലോ വിവാഹം നടന്നതെന്നുള്ള തെളിവിന് വേണ്ടിയിട്ട്. അങ്ങനെ 2 പേരും രജിസ്റ്ററിൽ ഒപ്പുവയ്ക്കുകയാണ്. അപ്പോൾ തിരുമേനി പറയാണ്, സാക്ഷികളായിട്ട് 2 പേര് കൂടി ഒപ്പിടണം. അപ്പോൾ ശ്രീകാന്ത് ആ രജിസ്റ്റർ രേവതിയുടെ അടുത്തേക്ക് കാണിക്കുകയാണ്. എന്നിട്ട് എടുത്തി ഒപ്പിടുമെന്ന് പറയാണ്. രേവതി, ഒപ്പിടാനോ ഞാനോ? നീ എന്താ ശ്രീകാന്ത് എന്നെ വീണ്ടും കളി വെക്കുകയാണോ? ശ്രീകാന്ത് തിരിച്ച് പറയാണ്, ഏട്ടത്തിയല്ലേ ഇപ്പോൾ കുടുംബത്തിൽ നിന്നുള്ളൂ, അതുകൊണ്ട് ഏട്ടത്തി ഒപ്പിടണം. അപ്പോൾ തിരിച്ച് രേവതി പറയാണ്, ഇവിടെ വലിയ ആൾക്കാരായിട്ട് വേറെ ആൾക്കാരുണ്ടല്ലോ, അവർ തന്നെ ഒപ്പിടട്ടെ എന്ന് പറഞ്ഞ് ദേവിനെ നോക്കുകയാണ്. അപ്പോൾ തിരുമേനി പറയാണ്, രേവതി നീ ഒപ്പിട്ട് കൊടുക്ക്, നിന്റെ അനുഗ്രഹം അവർക്കിപ്പോൾ ആവശ്യമാണ്. ഇവിടെ നടന്ന എത്ര കല്യാണങ്ങൾക്ക് നീ സാക്ഷിയായിട്ടുണ്ട്, നീ മാല ചാർത്തി കൊടുത്തിട്ടുണ്ട്, നീ മാല കോർത്ത് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നീ ഒപ്പിട്ട് കൊടുക്ക്.
എൻ്റെ അനുജനെ നിനക്ക് അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റുമോ എന്നാണ് തിരുമേനി ചോദിക്കുന്നത്. രേവതിയോട് ഒപ്പിട്ട് കൊടുക്കാൻ വീണ്ടും ആവശ്യപ്പെടുകയാണ് തിരുമേനി. കുഞ്ഞുനാൾ മുതൽ ക്ഷേത്രത്തിൽ വളർന്നവളല്ലേ നീ, ഇവിടുത്തെ അമ്മയുടെ മകളാണ് നീ അനുഗ്രഹിച്ചാൽ ഇവിടുത്തെ അമ്മ അനുഗ്രഹിച്ചത് പോലെയാണെന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. നിന്റെ നല്ല മനസ്സ് ഇവർക്കൊപ്പം ഉണ്ടാവണം, അതുകൊണ്ട് നീ ഇവരെ അനുഗ്രഹിക്കണം എന്ന് പറയാണ്. സന്തോഷിക്കേണ്ട സമയമാണിപ്പോൾ, അവരുടെ സന്തോഷം കെടുത്തണ്ട എന്ന് ഒരുപാട് സന്തോഷത്തോടുകൂടി തിരുമേനി പറയാണ്. അവരോട് ഒപ്പിടാൻ പറയാണ് വീണ്ടും. ഏട്ടത്തി ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ഒപ്പിടാവോന്ന് ചോദിക്കുകയാണ് ശ്രീകാന്ത്. രേവതി നാളെ വിവാഹം രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഇതിൽ ഒപ്പിടണം, അതുകൊണ്ട് നീ ഒപ്പിട്ട് കൊടുക്കുമെന്ന് പറയുകയാണ് തിരുമേനി. അങ്ങനെ എല്ലാവരുടെയും സമ്മർദ്ദത്തിൽ വഴങ്ങി രേവതി ഒപ്പിട്ട് കൊടുക്കുകയാണ് രജിസ്റ്ററിൽ. അങ്ങനെ തിരുമേനി പറയാണ് രേവതി അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. എന്താ പറയുക, എന്തായാലും ഇതൊക്കെ നടന്നു പോയില്ലേ, അതുകൊണ്ട് അവർ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ പറയാണ്. അപ്പോൾ രേവതി ഒരുപാട് ദേഷ്യത്തോട് കൂടി വീണ്ടും പറയാണ്, മുന്നും പിന്നും ആലോചിക്കാതെ ഓരോന്നും ചെയ്യും. ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോവാം, അച്ഛൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത് കേൾക്കാം. അച്ഛൻ ഒരുപാട് മനസ്സലിവുള്ള ആളാണ്, അതുകൊണ്ട് എന്തായാലും നിങ്ങളെ ഇറക്കി വിടുന്ന എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാണ് രേവതി. എന്തായാലും വീട്ടിലേക്ക് വന്ന് പറയാണ്. അപ്പോൾ ശ്രീകാന്ത് എടുത്തി വീട്ടിലേക്ക് പോയിക്കോ, ഞങ്ങൾ ഫ്രണ്ടിൻ്റെ കാറിൽ പുറകെ വന്നോളാം എന്ന് പറയാണ്. രേവതി ഒരുപാട് സങ്കടത്തോടു കൂടി പറയാണ്, എന്തെങ്കിലും ചെയ്യേണ്ട മനസ്സ് മടുത്തു പോയി എന്ന് പറയാണ്. അത് പറഞ്ഞ് രേവതി കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ ദേവ് കരഞ്ഞുകൊണ്ട് രേവതിയുടെ കൂടെ പോവാണ്. ചേച്ചി സോറി എന്ന് പറയാണ്. അപ്പോൾ രേവതി ദേഷ്യത്തിൽ എന്ത് സോറി, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, അമ്മ വരട്ടെ, നീ പോയി ജോലി ചെയ്യുമെന്ന് പറഞ്ഞിട്ട് രേവതി ഇവിടുന്ന് പോവാണ്. ശ്രീകാന്ത് നീ എന്തിനാണ് ചേച്ചിയോട് വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞത്? അപ്പോൾ ശ്രീകാന്ത് പറയുകയാണ്, പിന്നെ നമുക്ക് വീട്ടിലേക്ക് പോകാം, വീട്ടിലേക്ക് തന്നെ പോകാം. എന്ത് ശ്രീകാന്ത് നീ പറയുന്നത്, ചേച്ചിക്ക് തന്നെ ഇത് ഉൾക്കൊള്ളാനാവില്ല, പിന്നെയാണോ നിൻ്റെ വീട്ടുകാർക്ക്? മാത്രമല്ല ഇതറിഞ്ഞാൽ എൻ്റെ അച്ഛൻ ഒരുപാട് ആളുകളെ കൂട്ടി വരും, എന്നെ ചിലപ്പോൾ ബലമായിട്ട് അവിടുന്ന് പിടിച്ചു കൊണ്ടുപോകും, പിന്നെ നമ്മൾ തമ്മിൽ ചിലപ്പോൾ തീരെ കാണില്ല, നമുക്ക് കാണാൻ പോലും പറ്റില്ല, അതുകൊണ്ട് അത് വേണ്ട. പിന്നെ എന്ത് ചെയ്യണം വർഷ, എന്ത് ചെയ്യണം എന്നാണ് നീ പറയുന്നത്? അപ്പോൾ വർഷ പറയും, നമുക്ക് കുറച്ച് ദിവസം അടുത്ത് മാറി നിൽക്കാം ശ്രീകാന്ത്, നമ്മൾ എവിടെയുള്ളതെന്ന് ആരും അറിയരുതെന്ന് പറയും വർഷ. അങ്ങനെ അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ എന്തായാലും നാളത്തെ എപ്പിസോഡ് ഒക്കെ നമുക്ക് ഇനി കുറച്ചുകൂടി അടിപൊളി എപ്പിസോഡാവുമെന്ന് വിചാരിക്കാം. അപ്പോൾ ബൈ ഓൾ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാത്രമല്ല നിങ്ങളുടെ കമൻറ്റ്സ് രേഖപ്പെടുത്തുക. താങ്ക് യു.